ഏത് വണ്ടിയാണെന്ന് മനസ്സിലായല്ലോ, മാരുതിയുടെ ഈ വിത്താറ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസയുടെ ഇലക്ട്രിക് വെർഷനാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ മാരുതി പറഞ്ഞ കുറേ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 27% മാർക്കറ്റ് ഷെയർ മാരുതി പിടിച്ചടക്കുമെന്നാണ് പറയുന്നത്. അതിനകത്ത് BYDയുടെ ബാറ്ററി പാക്കാണ് വരുന്നത്. 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്, 49 kW ആൻഡ് 61 kW. ഏകദേശം 500 കിലോമീറ്ററാണ് റേഞ്ച് അവകാശം, പ്രൈസ് പറഞ്ഞിട്ടില്ല. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 വേർഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിയിൽ ഒരുപാട് ശ്രദ്ധിച്ച് 7 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ്, 7 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് മാരുതി കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ 360 ക്യാമറ ഉൾപ്പെടുന്ന ഒരുപാട് ഫീച്ചേഴ്സ്. സെക്കൻഡ് ലെവൽ അഡാസ് വരുന്നുണ്ട്. എല്ലാ വീലും ഡിസ്ക് ബ്രേക്കുകളാണ്. അത് മൾട്ടി ലിങ്ക് സസ്പെൻഷൻ വരുന്നുണ്ട്. അതുപോലെ പ്ലാറ്റ്ഫോം നമുക്ക് EVക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്, മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഒരു സ്റ്റാർ റേറ്റിങ്ങിൽ കുറച്ച് പ്രതീക്ഷയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാരുതി ഇവിടെ സംസാരിച്ചത്. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ബ്രസയുടെ ടച്ച് ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വീൽ ബേസ് മറ്റൊരു അട്രാക്ഷനാണ്. 2700 mm വീൽ ബേസ് ഈ ഒരു വാഹനത്തിന് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്റീരിയറാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകത ഒരു കാര്യങ്ങളിലൊന്നായ നമ്മുടെ സീറ്റ് ഇലക്ട്രിക്കലി വെന്റിലേറ്റഡ് ആണ്. ഇലക്ട്രിക് 10 way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. 2 സ്ക്രീനും അതുപോലെ ക്ലസ്റ്ററോടെ മിക്സ് ചെയ്തൊരു വെർട്ടിക്കൽ സ്ലാറ്റായിട്ടാണ് കൺസോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പാറ്റേണിലാണ് സെൻട്രൽ കൺസോൾ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് കൊണ്ടുവരാൻ മാരുതി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും പറയാം.